തുടങ്ങട്ടെ. ഹലോ. അപ്പോൾ ഇന്ന് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണ്. സാധാരണ സ്കൂളിലെ ക്ലാസ് അല്ല നടക്കാൻ പോകുന്നത്, മറിച്ച് ഇവിടെ പഠിപ്പിക്കൽ തന്നെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ പഠിക്കണം എന്ന് പറയുമ്പോൾ തന്നെ പലരുടെ മുഖവും മാറും. അതും പോരാഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറയാം, ഇവിടെ നിങ്ങൾ പഠിക്കാൻ വന്നിരിക്കുന്നത് മാത്സ് പഠിക്കാനാണ്. അപ്പോൾ എനിക്കറിയാം കുറേ പേരുടെയെങ്കിലും മുഖം ചുളിഞ്ഞിട്ടുണ്ടാവും എന്നറിയാം. എന്താ കാരണം എന്ന് പറയുക, എനിക്കൊക്കെ ചെറുപ്പത്തിൽ മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് മാത്സിനൊന്നും ഒരിക്കലും ഫുൾ മാർക്ക് കിട്ടില്ല, മറിച്ച് മാത്സ് ചെയ്യാൻ പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അതേപോലെ കുറേ കുട്ടികളുണ്ട് അല്ലേ, ചിലർക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്, അതേസമയം ചിലർക്ക് മാത്സ് ഭയങ്കര വെറുപ്പുമാണ്, ഭയങ്കര പേടിയുമാണ്. എന്താ അത്, നമുക്ക് മാത്സിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം അറിയാം ശരിയാണോ തെറ്റാണോ ആൻസേഴ്സ് എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും തെറ്റ് വരുത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ സബ്ജക്റ്റിനോട് ഇഷ്ടം തോന്നുമോ? ഇഷ്ടം തോന്നില്ല. അപ്പോൾ ഈ മാത്സിന് തന്നെ ഇഷ്ടം തോന്നാത്തത് ഈ തെറ്റുകൾ കാണുമ്പോഴാണ്. ഈ തെറ്റ് തന്നെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരാം. ചിലപ്പോൾ എന്താ, നമ്മൾ കെയർലെസ് ആയിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മുടെ പകുതി ജീവനും പോവും. അതേപോലെ വേറൊരു പ്രശ്നമുണ്ട്, നമുക്ക് ചിലപ്പോൾ ബേസിക്സ് അറിയില്ല. ഈ പറയുന്ന പോലെ -5 + 2, അതുപോലെ 1/2 + 1/3 ഒക്കെ ചെയ്യാൻ തന്നെ അറിയില്ല. അപ്പോൾ ഈ ബേസിക്സിൻ്റെ പ്രശ്നം മാറ്റിയാൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ബേസിക്സിൻ്റെ ഒരു 5 ദിവസത്തെ ക്ലാസ് എടുക്കാനാണ് നിങ്ങൾ ഈ കാണുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാത്സ് എന്ന് പറയുന്ന അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ? നമുക്ക് ഈ കാണുന്ന എല്ലാ മാത്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകുതി കൂടുതൽ ആൾക്കാരും മിക്ക മാത്സുകളും ഉപയോഗിക്കില്ല. നിങ്ങൾ ഈ 9ാം ക്ലാസ്സുകാരും 10ാം ക്ലാസ്സുകാരും ഉപയോഗിക്കുന്ന ആൽജിബ്ര ആണെങ്കിലും അതുപോലെ ട്രിഗ്നോമെട്രി ആണെങ്കിലും ആരെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മിക്ക ആൾക്കാരും അതൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ഞാനൊക്കെ എപ്പോഴും വിചാരിക്കുക, എന്തിനാ ഈ മാത്സ് പഠിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയും ഈ പറയുന്ന പോലെ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഓക്കെ ഇത്ര ആംഗിളിൽ നമ്മൾ തല ഉയർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണോ നോക്കണേ? അല്ല, 30 ഡിഗ്രി നമ്മൾ തല ഉയർത്തിയാൽ ഈ ബിൽഡിങ്ങിൻ്റെ പൊക്കം കാണുള്ളൂ എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം മാത്സ് പഠിക്കണ്ട എന്നല്ല. മാത്സ് പഠിക്കാൻ ഞാൻ 3 കാരണങ്ങൾ പറയാം. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഇപ്പോൾ ഒരു ഇഡ്ഡലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇഡ്ഡലി ആയിട്ടല്ല ഇഡ്ഡലി ഇരിക്കുന്നത് അല്ലേ? നമ്മുടെ ശരീരം അത് എന്ത് ചെയ്യും? ആ ഇഡ്ഡലീനെ, ആ ഒരു ജീവനും ഇല്ലാത്ത ഇഡ്ഡലീനെ മാറ്റിയിട്ട് ജീവനുള്ള ശരീരമാക്കിയിട്ട് മാറ്റും. അതേപോലെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ബ്രെയിൻ പല കാര്യങ്ങളും അതിൽ നിന്നും നമ്മൾ വിചാരിക്കാത്ത അത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്നും പഠിച്ചെടുക്കും. അപ്പോൾ മാത്സ് പഠിക്കുമ്പോൾ നമ്മുടെ ലോജിക്കൽ തിങ്കിങ് ആണ് ഡെവലപ്പ് ആവുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാത്സ് പഠിക്കണം. ഈ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഇനി അങ്ങോട്ട് ജോലി ചെയ്യുമ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ഈ ലോജിക്കൽ തിങ്കിങ് ആണ് മാത്സ് നന്നായിട്ട് പഠിക്കുമ്പോഴത്തേക്കും ഡെവലപ്പ് ആവുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാത്സ് പഠിക്കണം. ഇനി രണ്ടാമത്തെ കാരണം എന്താ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ഇലക്ട്രോണിക്സ് നല്ലോണം അറിയാവുന്ന പിള്ളേരുണ്ടാവും, അതുപോലെ തന്നെ മെക്കാനിക്കൽ നല്ലോണം അറിയാവുന്ന പിള്ളേരുണ്ടാവും, അങ്ങനെ അതേപോലെ തന്നെ ആർക്കിടെക്റ്റ് ആവണമെന്ന് വിചാരിക്കുന്ന പിള്ളേരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12ാം ക്ലാസ് കഴിഞ്ഞ് ഈ ജോലി ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുള്ള പിള്ളേരുണ്ട്. ഇലക്ട്രിക്കലൊക്കെ നന്നായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും ഇലക്ട്രോണിക് എഞ്ചിനീയറും ആയ നന്നായിട്ട് ശോഭിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ 11ലും 12ലും എന്ത് സബ്ജക്റ്റ് എടുക്കണം? സയൻസ് വിത്ത് മാത്സ് തന്നെ എടുക്കണ്ടേ? മാത്സ് ഇല്ലാണ്ട് നമുക്ക് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാത്സ് പഠിച്ചേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ മാത്സ് ഇല്ലാതെ അടുത്ത ലെവലിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ മാത്സ് പാടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 11ലും 12ലും മാത്സ് ഇല്ലാത്ത ഏതെങ്കിലും സ്ട്രീം ഉണ്ടോ ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് വരും. അപ്പോൾ ആകെ പാടെ ഉള്ളത് മാത്സ് ഇല്ലാത്ത ഒരെണ്ണം എടുക്കണമെന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ആൾ ഇലക്ട്രോണിക്സിൽ ഏറ്റവും അടിപൊളി ആളായിരിക്കും അല്ലേ? അപ്പോൾ ഈ മാത്സ് എന്ന് പറയുന്നത് നമുക്കൊരു തടസ്സമാവാൻ പാടില്ല. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സ്ട്രീം എടുക്കാതെ അങ്ങനെ ഒരു നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാത്സ് നോക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ഏതൊരു കാര്യമാണെങ്കിലും നമ്മളെ തോപ്പിച്ചു എന്ന് വിചാരിച്ചോളൂ. നമ്മളെ തോപ്പിച്ചു അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചിട്ട് ഒളിച്ചോടിപ്പോയി. അതിൽ നിന്ന് നമ്മൾ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കിടന്നുറങ്ങുമ്പോഴത്തേക്കും നമ്മൾ തോറ്റുപോയല്ലോ എന്നുള്ള ഫീലിംഗ് എപ്പോഴും നമുക്ക് ഉണ്ടാവും അല്ലേ? ഇപ്പം മാത്സ് നമുക്ക് പാടുള്ള ആളാണെന്ന് വിചാരിച്ചോളൂ. ആ മാത്സിൻ്റെ കണക്ക് പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ ആ മാത്സ് പുസ്തകം നമ്മുടെ അടുത്ത് പറയും നിന്നെ കൊണ്ട് ഇത് പറ്റില്ല.
അപ്പം നമ്മൾ എന്താ പറയുക, പേടിച്ചിട്ട് ഓ എന്നെ കൊണ്ട് മാത്സ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടച്ചു വെക്കും. അപ്പം ആരെയാ തോൽപ്പിക്കുന്നത്? മാത്സ് നമ്മളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ശരിയാണോ? അല്ല. നമ്മൾ നേരെ തിരിച്ച് മാത്സിൻ്റെ അടുത്ത് പറയാൻ പോവാ, നീ എത്ര എന്നെ ബുദ്ധിമുട്ടിച്ചാലും ശരി, ഞാൻ നിന്നെ പഠിച്ചിരിക്കും, ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കും എന്ന് പറയാൻ പോവാ. അങ്ങനെ തോറ്റ് പിന്മാറാതിരിക്കാനാണ് നമ്മൾ ഈ മാത്സ് നോക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാത്സ് ഒറ്റയടിക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ എങ്ങനെ മാത്സ് പഠിക്കണം? ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ചെയ്യുമ്പോൾ ബേസിക്സിൻ്റെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ വന്ന് കാണാറുണ്ട്. 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും പിള്ളേർക്ക് കൂടി ചിലപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങൾ അറിയില്ലാതെ ഇരിക്കും. സോ അതാണ് നമ്മൾ ഈ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും കൂടിയിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ക്ലാസ് എങ്ങനെ ഉണ്ടാവും എന്നാണ്. 5 ദിവസത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഈ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വന്നിരിക്കുന്നത് അവരുടെ കോളേജൊക്കെ വിട്ടിട്ട്, അതുപോലെ തന്നെ അവരുടെ വീട്ടിലും പോലും പോവാതെ കളിച്ച് നടക്കേണ്ട സമയത്താണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ടാണ് എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ വന്നേക്കണം. സോ നിങ്ങൾ എങ്ങനെ ഉണ്ടാവണം? അതേപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് തിരിച്ച് അവരുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യണം. പിന്നെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം മനസ്സിലായില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോംവർക്കുകൾ തരും. കുറച്ചൊരു ഹോംവർക്ക് ചെയ്താലല്ലേ നമുക്ക് നന്നായിട്ട് മനസ്സിലാവാൻ പറ്റുള്ളൂ. സോ ഈ ഹോംവർക്കൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അപ്പുറത്തെയും ഇപ്പുറത്തെയും കുട്ടികളുടെ കയ്യിൽ നിന്നും കോപ്പി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല അല്ലേ? നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ചേട്ടന്മാരും ചേച്ചിമാരും നിങ്ങളെ നന്നായിട്ട് സഹായിക്കും. എന്താണോ മനസ്സിലാവാത്തത് അത് അടുത്ത് നിന്ന് പറഞ്ഞു തരും. പക്ഷെ നിങ്ങൾ അതേപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം, കോപ്പി അടിക്കാതെ ചെയ്യണം. അതേപോലെ വലിയതായിട്ട് ബഹളമൊന്നും വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ മാത്സ് ഓൾറെഡി നല്ലോണം അറിയാവുന്ന കുട്ടികളാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അറിയാത്തവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. നമുക്കൊരു അറിവുണ്ടെങ്കിൽ ആ അറിവിന് എപ്പോഴാണ് ഒരു മൂല്യം ഉണ്ടാവണമെന്ന് അറിയാം. എപ്പോഴാണ് വാല്യൂ ഉണ്ടാവണേ? ബാക്കിയുള്ളവരെ സഹായിക്കുമ്പോൾ, എസ്പെഷ്യലി ബാക്കിയുള്ളവർക്ക് അറിവ് നേടാൻ സഹായിക്കുമ്പോഴാണ് അതിന് മൂല്യം ഉണ്ടാവണേ. അപ്പോൾ അറിവുള്ള കുട്ടികളാണെങ്കിൽ ക്ലാസ്സിൽ വെറുതെ ബഹളം വെക്കാൻ പാടില്ല, മറിച്ച് അറിയാത്ത കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം. ഈ വന്നിരിക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കോപ്പി അടിക്കാൻ പാടില്ല. അതുപോലെ ആത്മാർത്ഥമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. 5 ദിവസത്തെ ക്ലാസ്സും കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നന്നായിട്ട് ചോദിക്കണം. ഓക്കെ, എന്നിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്നുള്ളതൊക്കെ ഞങ്ങളുടെ അടുത്ത് പറയണം. എന്ത് സഹായം വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ്. കുട്ടികളെ ഭയങ്കര ഇഷ്ടമുള്ള കുറേ പേരാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. കുട്ടികൾക്കൊക്കെ നല്ലത് വരണം എന്നും നിങ്ങളൊക്കെ നല്ല നിലയിൽ എത്തണം, നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നും ആഗ്രഹിക്കുന്ന കുറേ പേരാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. സോ നിങ്ങൾ നന്നായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നന്നായിട്ട് മാത്സ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീം എടുത്തിട്ട് നല്ല നിലയിലാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.